വെൽക്കം ടു കണ്ടാട്ടം വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ പാത്രങ്ങളിൽ പെട്ടെന്ന് തുരുമ്പും കാര്യങ്ങളൊക്കെ പിടിക്കുമല്ലേ? അപ്പോൾ ഇന്ന് അത് കളയാനുള്ളൊരു എളുപ്പ വഴിയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അത് കളയാൻ ഒരേ ഒരു കാര്യം മാത്രം മതി നമുക്കിതാ കഞ്ഞിവെള്ളം. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള സാധനമാണല്ലോ. അപ്പോൾ വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും വേണ്ട ഉണ്ട്. അപ്പോൾ അത് വേഗം എടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ പാത്രങ്ങൾ തുരുമ്പൊക്കെ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ ആളെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ആദ്യം ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് മറ്റേ സ്റ്റീലിൻ്റെ ഒന്നും അല്ലാട്ടോ എടുത്തേക്കുന്നത്, നോർമൽ സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ആദ്യം. അതായത് അതിൻ്റെ ആ ഒരു ഏരിയയിൽ എവിടേക്കാണ് നമുക്ക് തുരുമ്പെന്നുള്ളതെന്ന് വെച്ചാൽ അവിടേക്ക് ഒന്ന് സ്ക്രബ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ഈ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തുരുമ്പുള്ള ഭാഗമൊക്കെ നല്ലപോലെ കവർ ചെയ്ത് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് വെക്കണം. ഏകദേശം ഒരു 20 മിനിറ്റോളെങ്കിലും നമുക്ക് കൂടി വന്ന ഒരു അരമണിക്കൂർ പൊക്കോട്ടെ, അതവിടെ ഇരുന്നോട്ടെ, നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ആളെങ്ങനെ നല്ലപോലെ അതൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ ആക്കി വയ്ക്കുക. ഇപ്പം തന്നെ കണ്ടോ അതിൽ കറയൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ അങ്ങ് മാറി. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മുടെ കാസ്റ്റ് അയണിൻ്റെയൊക്കെ ദോശയുടെ തവ അല്ലേ. അപ്പോൾ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്ന വശത്തില്ല, പക്ഷേ ബാക്ക് സൈഡിൽ ഇതേമാതിരി ചെറിയ രീതിയിൽ തുരുമ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ച് നമ്മളത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തവയൊക്കെ പെട്ടെന്ന് നാശമായി പോകും, തുരുമ്പെടുത്ത് പോകില്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതേമാതിരി തന്നെ നമ്മുടെ ഈ കഞ്ഞിവെള്ളം നല്ലപോലെ സ്ക്രബ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക, അതിൻ്റെ ബാക്ക് വശമൊക്കെ. എന്നിട്ട് നമ്മൾ ഒരു 10-20 മിനിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളങ്ങ് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഭയങ്കര ബലപ്പെട്ടൊന്നും സ്ക്രബ് ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് ആ കഞ്ഞിവെള്ളം ഒന്ന് എല്ലായിടത്തേക്കൊന്നും ആ തുരുമ്പുള്ള ഭാഗത്തൊക്കെ ആകുന്ന രീതിയിലൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ജസ്റ്റ് കൈ വെച്ച് തന്നെ ഒന്നാക്കി കഴിഞ്ഞാൽ തന്നെ നല്ലപോലെ ആ ഇരുമ്പിൻ്റെ കറയില്ലേ അതിങ്ങനെ ഇളകി പോണ കാണാം കേട്ടോ. ഇതേ കണ്ട ആ കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ ഇപ്പോൾ വെള്ള കളർ നല്ല ചുമന്ന കളറായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ കറ ഇളകണത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു സ്ക്രബ്ബർ വെച്ചിട്ട് സ്റ്റീലിൻ്റെ വേണമെങ്കിൽ സ്റ്റീലിൻ്റെ എടുക്കാം, നിർബന്ധമൊന്നുമില്ല, ഇത് തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കറ കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും നമുക്ക്. എന്നിട്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് അങ്ങ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ തന്നെ പാത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ വീടുകളിൽ മറ്റേ സ്ക്രൂ ഡ്രൈവർ, പ്ലെയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതും ഇതേമാതിരി ചുറ്റികയൊക്കെ അതിൻ്റെ ഇത് തട്ടണ ഭാഗം അതൊക്കെ പെട്ടെന്ന് തുരുമ്പിടിക്കണതാണല്ലേ. അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് ഇതേമാതിരി ക്ലീനാക്കി അങ്ങ് റെഡിയാക്കി വെക്കാം. ഇതാദ്യം നമ്മളിപ്പോൾ കാണിക്കുന്നത് തുരുമ്പ് കളയാനുള്ള പ്രക്രിയയാണ് നമ്മൾ കാണിക്കുന്നത്. അതിനുശേഷം അതെങ്ങനെ നമുക്ക് വരാതിരിക്കാനും കൂടി നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, അതിന് നമുക്ക് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് നല്ല ഇതാക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കളയാൻ പറ്റും കേട്ടോ. നമുക്ക് നല്ലപോലെ ഒന്ന് ഉരച്ചങ്ങ് കൊടുക്കാം. അപ്പോൾ ഈ പാത്രം ഞാൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തലയിലേക്ക് എണ്ണയൊക്കെ ചൂടാക്കി യൂസ് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മൾ ഹെയർ മാസ്കുകളൊക്കെ ചെയ്യില്ലേ താരനും കാര്യങ്ങൾക്കൊക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഇരുമ്പിൻ്റെ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇരുമ്പിൻ്റെ തന്നെ ചീനച്ചട്ടിയിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്, അതിൽ തന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ പാത്രങ്ങളിൽ തന്നെ ചെയ്യണമെന്ന് പറയണേ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഹെയർ മാസ്കും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകരിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതേ നമ്മളൊരു നല്ലപോലെ അത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിൻ്റെ തുരുമ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ആ സൈഡിൽ കാണുന്നത് അതൊരു കറ പോലെ, ഞാൻ പറയില്ലേ ഹെയർ മാസ്ക് ഒക്കെ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്തപ്പോൾ മൈലാഞ്ചിപ്പൊടിയുടെയും കാര്യങ്ങളിലൊക്കെ ലൈറ്റായിട്ട് പിടിച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും കഴുകി നല്ല വൃത്തിയാക്കി തുരുമ്പും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ഇനി തുരുമ്പ് വരാതെ ഇതിങ്ങനെ സൂക്ഷിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു തരി പോലും വെള്ളമില്ലാതെ നല്ല പോലെ തുടച്ചെടുക്കുക. അതിൻ്റെ അകവും പുറവും ഒക്കെ നല്ല പോലെ തുടച്ചെടുക്കണം. ഇനിയിപ്പോൾ തുടയ്ക്കണേക്കാൾ എളുപ്പം നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഈ ചട്ടിയൊക്കെ പറക്കിക്കൊണ്ട് നമുക്ക് വെയിലത്തോട്ട് വയ്ക്കാം. വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ടപ്പേന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നല്ല വെയിലാണല്ലോ, ടപ്പേന്ന് പറഞ്ഞ സംഭവം നല്ലപോലെ ഉണങ്ങി കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തുരുമ്പ് പിടിക്കാനുള്ള ഫസ്റ്റ് കാരണം അതിനകത്ത് വെള്ളവും കാര്യങ്ങളും വരുമ്പോഴാണ് ഇങ്ങനെ തുരുമ്പ് പിടിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ തുടച്ച് നല്ല ക്ലീനാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ എണ്ണയില്ലേ, നല്ലെണ്ണ, വിളക്കെണ്ണയല്ല കേട്ടോ, നല്ലെണ്ണ, നമ്മൾ അച്ചാറിനും ഒക്കെ ഉപയോഗിക്കണ നല്ലെണ്ണയില്ലേ, അതൊഴിച്ച് ഇതിന് നല്ലപോലെ ഗ്രീസ് ചെയ്ത് വെക്കാൻ പോവാണ് നമ്മൾ.
അപ്പോൾ ആ ദോശച്ചട്ടിയിൽ അങ്ങനെ ചെയ്ത് വെച്ചാൽ വളരെ നല്ലതാണ്. കഴുകി കഴിയുമ്പോൾ അപ്പം തന്നെ ലേശം ഇതേപോലെ എണ്ണ അങ്ങ് തൂത്തങ്ങ് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമുക്ക് നമ്മുടെ ദോശ ചൂടാൻ നേരത്ത് എളുപ്പമാണ്. നല്ല സുഗമമായിട്ട് ഒരു തരി പോലും പിടിക്കാണ്ട് നമ്മുടെ ദോശ ഇങ്ങോട്ട് പോന്നോളും. അപ്പോൾ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ ഡെയിലി എടുക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല പോലെ എണ്ണ അങ്ങോട്ട് പുരട്ടി പിടിപ്പിച്ചതിന് ശേഷം ഒരു കവറിനകത്ത് ഇട്ടിട്ട് കെട്ടി ആളെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ തുരുമ്പും കാര്യങ്ങളൊന്നും പിടിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഞ്ഞികളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ തുരുമ്പും കാര്യങ്ങളൊക്കെ കളയാനായിട്ട് എളുപ്പമാണല്ലോ. അപ്പോൾ എന്താണ്, അടുത്ത കൂടുതൽ നല്ല നല്ല ടിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.